ഗ്രോത്ത് സ്റ്റക്കായ റോസ് ചെടികളിൽ പുതിയ ഗ്രോത്ത് വരാനും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനുമുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് തീരെ ഗ്രോത്ത് ഇല്ലാത്തൊരു പ്ലാന്റാണ്. പ്ലാന്റ് അത്യാവശ്യം സൈസ് ഉണ്ടെങ്കിലും അതിൽ പുതിയ ഷൂട്ട്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതൊരു 3 വർഷത്തിൽ കൂടുതലായി ഇതേ പോട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് മണ്ണിൽ എയറേഷൻ കുറഞ്ഞു. കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ മണ്ണ് ഇങ്ങനെ സെറ്റായിട്ട് വരും. അപ്പോൾ ഒരു 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പ്ലാന്റൊക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ റൂട്ടിന് നല്ല ഗ്രോത്ത് വരും. അപ്പോൾ ഞാൻ ഈ പ്ലാന്റിൻ്റെ മണ്ണെല്ലാം മാറ്റി കൊടുക്കുകയാണ്. ഇത് മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിനെ റീപോർട്ട് ചെയ്യാൻ പോകുന്നത് കൊക്കോപീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ടിൽ ഒട്ടും തന്നെ മണ്ണ് വേണ്ട. ഇനി കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് 2 ഗ്രാം ഹ്യൂമിക് ആസിഡും 1/2 ടീസ്പൂൺ സാഫും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആ പ്ലാന്റിനെ അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ 15 മിനിറ്റോളം വെച്ചതിന് ശേഷം മാത്രം റീപോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് നടാനുള്ള കൊക്കോപീറ്റ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 14 ഇഞ്ചിൻ്റെ പോട്ടിലേക്കാണ് ഈ പ്ലാന്റിനെ മാറ്റാൻ പോകുന്നത്. കാരണം ചെറിയ പോട്ടിൽ ഇരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റൂട്ടിന് വളരാനുള്ള സ്പേസും അതിൽ കുറവായിരുന്നു. അപ്പോൾ ഞാൻ കൊക്കോപീറ്റ് എടുത്തു. അതായത് ഒരു 80% കൊക്കോപീറ്റും 20% പെർലൈറ്റും കൂടെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെർലൈറ്റ് ഇല്ലെങ്കിൽ കൊക്കോപീറ്റ് മാത്രം എടുത്താൽ മതി. പെർലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അതായത് കുറച്ചുകൂടി എയറേഷൻ കിട്ടാനും അതുപോലെ കൊക്കോപീറ്റിലുള്ള വെള്ളം അബ്സോർബ് ചെയ്യാനൊക്കെ ഈ പെർലൈറ്റ് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത കൊക്കോപീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ പ്ലാന്റിനെ നട്ടുവെക്കുക. നല്ലവണ്ണം ഉറപ്പിച്ച് പ്ലാന്റിനെ നട്ടുവെക്കണം. അല്ലെങ്കിൽ കൊക്കോപീറ്റാണ് ഇളകിയാൽ പ്ലാന്റിൻ്റെ റൂട്ട് വളരില്ല. അപ്പോൾ പലരും പറയാറുണ്ട് എന്ത് ചെയ്തിട്ടും പ്ലാന്റിൽ ഗ്രോത്ത് വരുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിനെയൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് റീപോർട്ട് ചെയ്ത് നോക്കുക. മണ്ണിലേക്ക് റീപോർട്ട് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുന്നത് കൊക്കോപീറ്റിൽ റീപോർട്ട് ചെയ്ത പ്ലാന്റിനാണ്. ഇതുപോലെ നട്ട് വെച്ചതിന് ശേഷം ആ പ്ലാന്റിലുള്ള ഓൾഡ് ലീഫെല്ലാം റിമൂവ് ചെയ്യണം. പുതിയ ഷൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ ലീഫ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആ പ്ലാന്റിൻ്റെ കമ്പുകൾ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം സാഫും 2 ഗ്രാം ഹ്യൂമിക് ആസിഡും മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് റൂട്ട് ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. ഇനി ഇതിനെ 1 വീക്ക് ഷെയ്ഡിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരാഴ്ച മുമ്പ് റിപ്പോർട്ട് ചെയ്തൊരു പ്ലാന്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.